ദുരന്തബാധിതർക്ക് പ്രത്യേക പാക്കേജ് എന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം മുഖവിലക്കെടുക്കാതെ കോഴിക്കോട് വിലങ്ങാട് നിവാസികൾ. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് 6 മാസം പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാർ അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷ വച്ച് പുലർത്താത്തത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സർക്കാർ കൂടെയുണ്ട് എന്ന് പറയുന്നു, വലിയ സഹായ വാഗ്ദാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അത് പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് തുടർന്നിങ്ങോട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിലാകട്ടെ, കോഴിക്കോട് വിലങ്ങാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ എന്നുള്ളതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇപ്പോൾ ഈ വിലങ്ങാട്ടെ പ്രദേശവാസികൾ സർക്കാർ പ്രഖ്യാപനങ്ങളിലൊന്നും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ വെറും പാഴ്വാക്കുകളാകും എന്നുള്ള ഒരു നിസ്സംഗതയാണ് അവരിൽ അവശേഷിക്കുന്നത്. അവരുടെ ഒരു പ്രതികരണം ഗൂഗിളിന് ലഭ്യമായോ? എന്താണ് വിവരങ്ങൾ? അതെ, അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ്. ഇത്തരത്തിൽ ദുരന്തമുണ്ടാവുന്ന സമയത്ത് വലിയ വാഗ്ദാനങ്ങൾ നൽകി പോകുന്നു. നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുന്ന കാലം വരെ സർക്കാർ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനമാണ് നൽകുന്നത്. പക്ഷേ അത് പാലിക്കാൻ സർക്കാരിനാവുന്നില്ല. അതിനവർ അവരുടെ ജീവിതത്തിൽ നിന്ന്, അതായത് 6 മാസം മുമ്പാണ് വയനാട് എന്നതുപോലെ കോഴിക്കോട് വിലങ്ങാടും വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഒരാൾ മരണപ്പെട്ടു. ആ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച വിവരം നേരത്തെ ലഭ്യമായതിനാലാണ് ഇത്തരത്തിലുള്ള മരണത്തിന്റെ സംഖ്യ കുറയ്ക്കാൻ സാധിച്ചത്. എന്നാൽ വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം അവിടെ ഉണ്ടായി. 12 വീടുകൾ പൂർണ്ണമായും നശിച്ചു. 112ഓളം വീടുകൾ വാസയോഗ്യമല്ലാതായി. പല ആളുകൾക്കും അവിടെ താമസിക്കാൻ സാധിക്കാതെ വാടക വീട്ടിലാണ് കഴിയുന്നത്. ആ സമയത്തൊക്കെ സമാശ്വാസം എന്ന രീതിയിൽ പല പ്രഖ്യാപനങ്ങളും സർക്കാർ നടത്തുകയുണ്ടായി. വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾക്ക് എല്ലാവരുടെയും വാടക കുടിശ്ശിക സർക്കാർ നൽകുമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല എല്ലാ ആളുകൾക്കും 10,000 രൂപ സമാശ്വാസം എന്ന രീതിയിൽ നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും പാലിക്കാൻ സർക്കാരിന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് പുതിയ പ്രഖ്യാപനങ്ങളിൽ വിശ്വാസമില്ല എന്നൊരു നിലപാടുമായി അവിടെയുള്ള ജനങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം ഇത് വിശ്വാസമില്ല എന്ന് പറയുമ്പോഴും അത് അവരുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് വരുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. ഈ 3 മാസം മാത്രമാണ് ഇവരുടെ വാടക കുടിശ്ശിക നൽകിയിട്ടുള്ളത്. ബാക്കി പല ആളുകളും, അതായത് 112ഓളം വീടുകൾ വാസയോഗ്യമല്ല. ഇവരൊക്കെ ഇപ്പോഴും ബന്ധു വീടുകളിലോ വാടക വീടുകളിലോ കഴിയുകയാണ്. അവരെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇവരുടെ കാർഷിക ഭൂമി, ഏക്കർ കണക്കിന് കൃഷിഭൂമി പൂർണ്ണമായും നശിക്കപ്പെട്ടു. അവിടെ കൃഷി ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അവിടെ വന്ന് മൂടിയിട്ടുള്ള വലിയ കല്ലുകളും മണ്ണുകളും മരങ്ങളും ഒന്നും മാറ്റാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലെയും കുടിവെള്ള പദ്ധതികൾ പോലും പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. റോഡുകൾ പൂർണ്ണമായും താറുമാറായിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ നവീകരണം പൂർത്തിയാക്കിയിട്ടില്ല. പുഴകളിൽ പൂർണ്ണമായിട്ടും വലിയ മരങ്ങളും കല്ലുകളും നിറഞ്ഞിരിക്കുകയാണ്. അതൊന്നും മാറ്റാൻ ആവശ്യമായ നടപടികളൊന്നും സർക്കാർ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പുതിയൊരു പ്രഖ്യാപനവുമായിട്ട്, പുതിയ ബജറ്റിൽ ഇതിന്റെ പദ്ധതി വിഹിതം ഉൾക്കൊള്ളിക്കാമെന്ന പ്രഖ്യാപനവുമായിട്ട് ധനമന്ത്രി വരുന്നു. ഈ സാഹചര്യം, അതായത് കഴിഞ്ഞ 6 മാസമായി ജനങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന അവസ്ഥകൾ, അവരുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ പല പ്രഖ്യാപനങ്ങൾ നടത്തുകയും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും എന്നാൽ അത് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ സർക്കാർ കാര്യക്ഷമമായി ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ ഈ രീതിയിലുള്ള ഒരു പ്രതികരണവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതായത് പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്, പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത് എന്ന പ്രഖ്യാപനവുമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടുമായിട്ട് ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അവർക്ക് വാടക കെട്ടിടത്തിൽ താമസിക്കുന്നവർക്ക് വാടക കൊടുക്കാനുള്ള നടപടിയെങ്കിലും അടിയന്തരമായി സർക്കാർ കൈക്കൊണ്ടതിന് ശേഷം വലിയ വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് പോകൂ, എന്നാലേ ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കൂ എന്നൊരു രീതിയിലുള്ള പ്രതികരണമാണ് അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി ഗൂഗിൾ, എന്തായാലും ഇത്തരത്തിൽ ദുരന്ത ബാധിതർക്ക് പ്രത്യേക പാക്കേജ് എന്നുള്ള ധനമന്ത്രിയുടെ ഈ പ്രഖ്യാപനങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെ തന്നെയാണ് വിലങ്ങാട്ട് നിവാസികൾ മുന്നോട്ട് പോകുന്നത്. കാരണം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും സർക്കാർ സാധിച്ചു കൊടുത്തിട്ടില്ല. പിന്നെയാണോ ഇത്ര വലിയ പാക്കേജ് എന്നുള്ള ഒരു വിമർശനാത്മക സ്വരം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഗോകുൽ കെ വേണുഗോപാലാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.